ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ തൊട്ടടുത്ത ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സിഇഒ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ജോഗ്രഫി ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എത്രത്തോളം +1 ജോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് PSCക്ക് നിലവിലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഡിഗ്രി പ്രിലിംസ് മെയിൻസും കൂടെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 50 ഹോട്ട് ടോപ്പിക്സിന്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തതും പഠിപ്പിക്കുന്നതും ഒക്കെ തന്നെ ഈ ഒരു +1 ടെക്സ്റ്റ് ബുക്ക് ആണ് ജോഗ്രഫി ബേസ് ചെയ്തിട്ട്. അപ്പം നിങ്ങൾ ഈ 5 ചോദ്യങ്ങളൊന്ന് നോക്കിയിട്ട് ഇനിയെങ്കിലും +1 ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടില്ലാത്തവര് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കുക. ഇത് എവിടേക്കാണ് ഇത് സോഴ്സ് കിടക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയും കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7 തൊട്ടാണ് നമുക്ക് ജോഗ്രഫി വരാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കിക്കേ. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഗ്രാവിറ്റി അനോമലി എന്ന് കൃത്യമായിട്ട് +1 ടെക്സ്റ്റ് ബുക്കിനകത്ത് ചാപ്റ്റർ നമ്പർ 3 കിടപ്പുണ്ട്. ഒന്ന് നോക്കുക. ദേ ഇവിടെയാണ് ഗ്രാവിറ്റി അനോമലി കിടക്കുന്നത്. നമ്മുടെ ഭൂമിയെ പറ്റിയിട്ടൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലെ. ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ടുള്ള രഹസ്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് പേജ് നമ്പറും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. 22ാമത്തെ പേജിൽ കിടപ്പുണ്ട് എന്താണ് ഗ്രാവിറ്റി അനോമലി എന്ന്. നമുക്ക് ആദ്യം ഗ്രാവിറ്റി അനോമലി എന്താണെന്ന് നോക്കിയാലോ. ഭൂഗുരുത്വാകർഷണം, ഭൗമ കാന്തിക മണ്ഡലം, ഭൂകമ്പ പ്രവർത്തനം എന്നിവയാണ് നമുക്ക് നേരിട്ടല്ലാതെ വിവരം ശേഖരിക്കാനുള്ള മറ്റു സ്രോതസ്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഭൂമിയെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഡേറ്റാസ് ആണ് നമ്മൾ എടുക്കുന്നതെന്നാണ്. അതിനകത്ത് ഡയറക്റ്റ് സോഴ്സ് ആൻഡ് ഇൻഡയറക്റ്റ് സോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് സോഴ്സ് ആണെന്ന് ഭൂഗുരുത്വാകർഷണം, ഭൗമകാന്തിക മണ്ഡലം, ഭൂകമ്പത്തിന്റെ പ്രവർത്തനം. ഇതൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഭൂമിയെ പറ്റിയിട്ട് പഠിക്കാനുള്ള സ്രോതസ്സുകളാണ്. ഇനി എന്താണ് ഈ ഗ്രാവിറ്റി അനോമലി? ക്വസ്റ്റ്യനകത്ത് ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഗ്രാവിറ്റി അനോമലി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാവിറ്റി അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു ഡിഫറൻസിനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപോലെ അല്ലാത്ത എന്നുള്ള രീതിയിലാണ് അനോമലി വരുന്നത്. എന്തോ ഒരു ഡിഫക്റ്റ് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് എന്ന് ഓർക്കുക. നോക്കിക്കേ, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വത്തിന്റെ അളവിൽ വ്യത്യാസപ്പെടാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ എല്ലായിടത്തും എന്തൊരുപോലെ അല്ലെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂഗുരുത്വം ഒരുപോലെ അല്ല. ഈ ഭൂഗുരുത്വത്തിന്റെ അളവില് പല ഏരിയാസിലും നമ്മുടെ ഭൂമിയിൽ ആ ഒരു വ്യത്യാസം, ഭൂഗുരുത്വത്തിന്റെ വ്യത്യാസം ഉണ്ടാകുന്നതിനെയാണ് ഗ്രാവിറ്റി അനോമലി എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആണ് കാര്യം. എന്താണ്? വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഭൂമിയുടെ മുകളിൽ സർഫസിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റി, അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഈ വ്യത്യാസമാണ് ഗ്രാവിറ്റി അനോമലി എന്ന് പറയുന്നത്. ഈ എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഗ്രാവിറ്റി അനോമലി ഉണ്ടാവുന്നത് നോക്കിക്കേ. ഭൂമിയുടെ വിവിധ അക്ഷാംശ പ്രദേശങ്ങളിൽ ഭൂഗുരുത്വം അനുഭവപ്പെടുന്ന ഒരുപോലെയല്ല നമ്മൾ കൊച്ചു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലെ. ധ്രുവ പ്രദേശം ഉണ്ടല്ലോ, പോളാർ റീജിയന് ഭൂകേന്ദ്രത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഭൂഗുരുത്വം കൂടുതലും, മധ്യരേഖാ പ്രദേശങ്ങളിൽ ഭൂകേന്ദ്രങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് കൊണ്ട് അവിടെ ഭൂഗുരുത്വം കുറവുമാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് പോളാർ റീജിയൻസ്, ധ്രുവ പ്രദേശങ്ങളിൽ എന്ത് കൂടുതലാണ്? ഭൂഗുരുത്വം കൂടുതലും. മധ്യരേഖാ പ്രദേശങ്ങള് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ട്. നമ്മുടെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് അവിടെ ഭൂഗുരുത്വം കുറവാണ്. അതുപോലെ വസ്തുക്കളുടെ പിണ്ഡത്തിലുണ്ടായ വ്യത്യാസം, വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസവും ഭൂഗുരുത്വ വ്യത്യാസത്തിന് കാരണമാണ്. അപ്പൊ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള അകലം വെച്ചിട്ട് ധ്രുവ പ്രദേശങ്ങളിൽ ഭൂഗുരുത്വം കൂടുതലും, മധ്യരേഖാ പ്രദേശങ്ങളിൽ ഭൂഗുരുത്വം കുറവാണ്. ദെൻ വസ്തുക്കളുടെ പിണ്ഡം, നമ്മുടെ വെയിറ്റ് വെച്ചിട്ട്, വെയിറ്റിന്റെ വ്യത്യാസം വെച്ചിട്ടും ഭൂഗുരുത്വ വ്യത്യാസത്തിന് കാരണമാണ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് എന്ത്? ഗ്രാവിറ്റി അനോമലി. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് നോക്കിയാലോ. ഓക്കെ, വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം എന്തിന് കാരണമായിട്ട് മാറുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അനോമലിക്ക് കാരണമാവുന്നു. ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ദെൻ ഭൗമ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം എന്തിന് കാരണമാവുന്നുണ്ട്? ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. പോളാർ റീജിയനിൽ ഭൂഗുരുത്വാകർഷണം കൂടുതലും, കേന്ദ്രങ്ങളിലേക്ക് വരുന്ന അതായത് മധ്യരേഖാ പ്രദേശങ്ങളിൽ അകലം കൂടുതലായതുകൊണ്ട് കുറവും, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അതും ഒരു ഫാക്ടറാണ്. ദെൻ ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഇതാണ് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ശിലാവസ്തുക്കളുടെ ഘടനയെ പറ്റിയിട്ടോ അതൊന്നും ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. സോ സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും ശരിയായിട്ട് വരുന്നത്? 1 ശരിയാണ്, 3 ശരിയാണ്, 2 തെറ്റാണ് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഗ്രാവിറ്റി അനോമലി വന്നിരിക്കുന്നത് +1 ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്.
അടുത്ത 8ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇത് ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷെ ഇതും പുസ്തകത്തിലുണ്ട്. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണെന്നായിരുന്നു ചോദ്യം. ലവണജല തടാകം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. വൂളാറ്, റാഗാസ്, പാങ്കോങ്സോ തടാകം, ദാൽ തടാകം. ഇവിടെ +1 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ കാണിച്ചു തരാം. പേജ് നമ്പർ 11 നമ്മുടെ കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്ന സെക്ഷനകത്ത് കരേവ എന്നുള്ള സെക്ഷനൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ, അവിടെ കിടപ്പുണ്ട്. ഇവിടെ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, അതായത് ഉത്തര പർവ്വത മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖല എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കിടപ്പുണ്ട്, നോക്കിക്കോളൂ. ദാല്, വൂളാർ എന്നിവ എന്താണ്? ശുദ്ധജല തടാകങ്ങൾ അല്ലെ. ദാല്, വൂളാർ. ഇവിടെ ദാലും ഉണ്ട്, വൂളാറും ഉണ്ട്. ഇത് രണ്ടും അപ്പൊ അല്ല, ശുദ്ധജലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടും അല്ല. പിന്നെ ആരാണുള്ളത്? പാങ്ഗോങ്സോയും സോ മൊരിരി എന്നീ ലവണജല തടാകങ്ങളും ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദാലും വൂളാറും ശുദ്ധജല തടാകമാണെന്നും പാങ്കോങ്സോയും സോ മുരീരി എന്നിവ 2 ലവണജല തടാകങ്ങളാണ് ഉത്തരപർവ്വത മേഖലയിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സോ മുരീരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആൻസർ ഏതാണ്? പാങ്കോങ്സോ ആണ് ആൻസർ. അതും ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇനി അടുത്ത 9ാമത്തെ ചോദ്യം SCERT 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അതായത് ഏത് പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഡെറാഡൂൺ. അത് സോഴ്സ് കാണിക്കേണ്ട കാര്യമില്ല. അടുത്തതും സോഴ്സ് കാണിക്കേണ്ട കാര്യമില്ല. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന ചാനൽ ഏതാണെന്നാണ് ചോദ്യം. അതും നമ്മൾ എപ്പോഴും പഠിക്കുന്ന ആയതുകൊണ്ട് സോഴ്സ് ഒന്നുമില്ല, 10 ഡിഗ്രി ചാനൽ. എന്നാൽ 11ാമത്തെ ചോദ്യം സോഴ്സ് ആവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതും +1 ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് ആൻസർ എഴുതാൻ പറ്റും, പക്ഷെ നല്ല ടഫാണ്. നമുക്ക് പെട്ടെന്ന് ആൻസർ എഴുതാനൊന്നും പറ്റില്ല. കൃത്യമായിട്ട് കാര്യം അറിയാവുന്നവർക്ക് മാത്രമേ പറ്റൂ. ഇത് ശിലകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 44ാമത്തെ പേജിൽ കൃത്യമായിട്ട് ഈ അവസാദ ശിലയെ പറ്റിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ? ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. പ്രാദേശിക കായാന്തരീകരണത്തില് മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് പുനപരലീകരണം ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നു. ബലതന്ത്ര കായാന്തരീകരണത്തില് ശിലകൾ പൊടിഞ്ഞ് പുനപരലീകരണം അതായത് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നു. സമ്പർക്ക കായാന്തരീകരണത്തില് ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. അതായത് പൊടിഞ്ഞു പോകുന്ന പ്രോസസ്സിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. ആദ്യം ഇങ്ങോട്ട് നോക്കാം. ഈ കായാന്തരിത ശില, അതാണല്ലോ ആദ്യത്തെ ചോദ്യം. ആ കായാന്തരിത ശിലകളെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങാം. എവിടൊക്കെയാണ് പ്രാദേശികം, ബലതന്ത്രം, സമ്പർക്കം കൊടുത്തിരിക്കുന്നതെന്നൊന്ന് നോക്കുക. ഇവിടെ കായാന്തരീകരണം 2 രീതിയിലുണ്ട്. അതായത് മെറ്റാമോർഫിക് റോക്സ്, ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ റീക്രിസ്റ്റലൈസേഷൻ എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പുനപരലീകരണം മീൻസ് ക്രിസ്റ്റലൈസേഷൻ അല്ല, റീക്രിസ്റ്റലൈസേഷൻ ആണ്. ഓക്കെ, അത് പ്രധാനമായിട്ടും നടക്കുന്നത് ഈ കായാന്തരീകരണം മെറ്റാമോർഫിസം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ആ കായാന്തരീകരണത്തെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബലതന്ത്ര കായാന്തരീകരണം, ഡയനാമിക് മെറ്റാമോർഫിസവും തെർമൽ മെറ്റാമോർഫിസവും. അപ്പം മെറ്റാമോർഫിസം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോസസ്സ് കായാന്തരീകരണം എന്ന് പറയുന്നത് ശിലകളിൽ ഉൾപ്പെട്ട പദാർത്ഥങ്ങള് റീക്രിസ്റ്റലൈസേഷനും അതുപോലെ പുനഃസംഘാടനത്തിനുമൊക്കെ വിധേയമാകുന്ന പ്രോസസ്സാണ് മെറ്റാമോർഫിസം. ആ മെറ്റാമോർഫിസം 2, ഒന്ന് ഡയനാമിക് മെറ്റാമോർഫിസം ബലതന്ത്രം, 2 തെർമൽ മെറ്റാമോർഫിസം താപീയ കായാന്തരീകരണം. ഇതിനകത്ത് ഈ ബലതന്ത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബലതന്ത്ര കായാന്തരീകരണം എങ്ങനെയാ? സാരമായ രാസമാറ്റങ്ങൾ സംഭവിക്കാതെ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനതു ധാതുക്കൾ പൊട്ടിയും ഞെരുകയും പുനരേകീകരിക്കപ്പെടുന്ന പ്രോസസ്സ്. എന്താ? പ്രത്യേകിച്ച് കെമിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഈ ശിലകളിൽ അടങ്ങിയിട്ടുള്ള തനതു ധാതുക്കൾ, അതിനകത്തുള്ള മിനറൽസ് ഉണ്ടല്ലോ, അത് പൊട്ടിയും ഞെരുങ്ങിയും, അതായത് ആ പ്രഷറിനകത്ത് ഇരുന്നിട്ട് എല്ലാം പുനരേകീകരിക്കപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഡയനാമിക് മെറ്റാമോർഫിസം അഥവാ ബലതന്ത്ര കായാന്തരീകരണം. ഓക്കെ ആണല്ലോ. താപീയ കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് ശിലകളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾക്ക് രാസപരമായി രൂപമാറ്റം സംഭവിക്കുകയും ശിലകളിലെ പരലുകൾ പുനഃക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് താപീയം എന്ന് പറയുമ്പോൾ ചൂടടിക്കുന്നുണ്ട്. അപ്പൊ ചൂടടിക്കുമ്പോൾ ഉറപ്പായിട്ട് അവിടെ രാസപരമായിട്ട് രൂപമാറ്റം ഉണ്ടാവും. അതാണ് എന്ത് വരുന്നത്? തെർമൽ ആയിട്ടുണ്ടാവുന്ന മെറ്റാമോർഫിസം. ഈ താപീയ കായാന്തരീകരണത്തെ നമ്മൾ കോണ്ടാക്ട് മെറ്റാമോർഫിസം എന്നും റീജിയണൽ മെറ്റാമോർഫിസം എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ. താപീയ കായാന്തരീകരണത്തെ തെർമൽ മെറ്റാമോർഫിസത്തെയാണ് നമ്മൾ കോണ്ടാക്ട് മെറ്റാമോർഫിസം സമ്പർക്ക കായാന്തരീകരണം എന്നും പ്രാദേശിക കായാന്തരീകരണം റീജിയണൽ മെറ്റാമോർഫിസം എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്.
ഇതിനകത്ത് ഈ സമ്പർക്ക കായാന്തരീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കോണ്ടാക്ട്. ഭൂമിയുടെ അകത്ത് നിന്നും പുറത്തേക്ക് വരുന്ന ചൂടുള്ള മാഗ്മയും ലാവയും അടിസ്ഥാന ശിലകളുമായിട്ട് സമ്പർക്കത്തിലാവുമ്പം ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായിട്ട് ശിലകളിലെ പദാർത്ഥങ്ങളിലും അതിലടങ്ങിയിരിക്കുന്ന പരലുകളും ഒക്കെ പുനഃക്രമീകരിക്കപ്പെടുക. അതാണ് സമ്പർക്ക കായാന്തരീകരണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്, സമ്പർക്ക കായാന്തരീകരണത്തിൽ ടെക്ടോണിക് ചലനത്താൽ ശിലകൾക്ക് പുനഃപരലീകരണം റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, നമ്മളിപ്പോ ഇവിടെ പഠിച്ചതേ ഉള്ളൂ. സമ്പർക്ക കായാന്തരീകരണത്തിൽ എന്താ സംഭവിക്കുന്നത്? ഭൂമിയുടെ അകത്ത് നിന്നും ചൂടുള്ള മാഗ്മയും ലാവയും ഒക്കെ പുറത്തു വരുന്നു. അത് അടിസ്ഥാന ശിലകളുമായിട്ട് കൂടിച്ചേരുന്നു, സമ്പർക്കത്തിലാവുകയും ഉയർന്ന ഊഷ്മാവിന്റെ ഫലമായിട്ട് ശിലകളിലെ പദാർത്ഥങ്ങളും അതിലടങ്ങിയിരിക്കുന്ന പരലുകളും ഒക്കെ റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ടെക്ടോണിക് ചലനമാണ്. അതായത് ടെക്ടോണിക് ചലനം മീൻസ് ഭൂമിയുടെ പ്ലേറ്റുകൾ തമ്മിലുള്ള ചലനം എന്നാണ്. അപ്പൊ അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. സോ ഇത് തെറ്റാണ്. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബലതന്ത്ര കായാന്തരീകരണത്തില് ശിലകൾ പൊടിഞ്ഞ് റീക്രിസ്റ്റലൈസേഷൻ, എനിക്കത് വായിക്കാൻ വയ്യ, റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നു. നമ്മൾ പറഞ്ഞ എന്താ? അത് ശരിയല്ലേ? അത് ശരിയാണ്. എന്താ അത്? നമ്മുടെ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രത്യേകിച്ച് രാസമാറ്റം ഒന്നും സംഭവിക്കാതെ തനതുധാതുകൾ പൊട്ടിയും ഞെരുങ്ങിയും ഒക്കെ ഉണ്ടാവുന്ന റീക്രിസ്റ്റലൈസേഷനെയാണ് നമ്മൾ ഡൈനാമിക് മെറ്റാമോർഫിസം, ബലതന്ത്ര കായാന്തരീകരണം. സോ അത് ശരിയാണ്. പ്രാദേശിക കായാന്തരീകരണത്തിൽ മാഗ്മയുടെ ചൂട് കാരണം ശിലകൾക്ക് റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുന്നു. അത് എവിടെയാ? നമ്മുടെ ഈ കേസിലാണ് അത് സംഭവിക്കുന്നത്. സോ ഇതും തെറ്റാണ്. അപ്പൊ എന്താണ് ഈ പ്രാദേശികം എന്ന് വെച്ച് കഴിഞ്ഞാല്? റീജിയണല്. അവിടെയാണ് ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഉയർന്ന താപത്തിന്റെയോ മർദ്ദത്തിന്റെയോ ഇവ രണ്ടിന്റെയും കൂടെ ഫലമായിട്ടോ ശിലകൾക്ക് റീക്രിസ്റ്റലൈസേഷൻ സംഭവിക്കുമ്പോഴാണത് റീജിയണൽ മെറ്റാമോർഫിസം ആവുന്നത്. അപ്പം ശരിക്കും ടെക്ടോണിക് വരുമ്പം അതെന്താണ്? റീജിയണലും. അതുപോലെ സമ്പർക്കം എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരുന്നത്? സമ്പർക്കം അകത്തു നിന്നുണ്ടാകുന്ന മാഗ്മയുടെ ചൂട് കാരണം, അങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്നത്. സോ ഇതിനകത്ത് ഏതായിരിക്കും അപ്പൊ ശരിയായിട്ടുള്ളത്? ആകെ ഒരെണ്ണേ ഉള്ളൂ ശരി, ഈ ഡയനാമിക് ബലതന്ത്ര കായാന്തരീകരണ ശില. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ്. അപ്പൊ 5 ചോദ്യങ്ങളുടെയും സോഴ്സ് +1 ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ കോഴ്സിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. വെറും 499 രൂപയ്ക്ക് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് SCRT NCRT വെച്ച് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. നഷ്ടം വരില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യും മാർച്ച് 31 ശേഷം. മാർച്ച് 31 കൂടിയിട്ട് കോഴ്സ് തീരുക എന്നല്ല, മാർച്ച് 31 കൂടിയിട്ട് ടോപ്പിക്സ് കവർ ചെയ്തിട്ട് ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. മെയിൻസ് എക്സാം വരെ ആയിരിക്കും വാലിഡിറ്റി എന്ന് പറയുന്നത്. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അതിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചിട്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അയക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.